കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാകമാനവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാകമാനവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാഥൻ അറിഞ്ഞ ദിനം. ആലോലം ആടിയിലടിച്ചിടുവാൻ കൃപയിൽ നിറഞ്ഞിരുന്നു. ജീവന്റെ പാതയിൽ കാരുണ്യ കരുണാഥൻ അറിഞ്ഞ ദിനം. ആലോലമാടിയിലടിച്ചിടുവാൻ കൃപയിൽ നിറഞ്ഞിരുന്നു. ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ലോകത്തിൽ മായിക മോഹത്തിൻ പിന്നാലെ
ഇച്ചിരി അങ്ങോട്ട് വിട്ടു നോക്കണം. മൈക്കിൻ്റെ അടുത്ത് പോയി ഏത് പാട്ടായിരുന്നോ? മറന്നുപോയോ? അമ്പാടി ഒന്ന് പറഞ്ഞോളൂ, സപ്പോർട്ട് ചെയ്ത് പാട്ട് പറഞ്ഞു. നാണായോ? രണ്ട് വൈക്ക് വെക്കുക. കൈവിടല്ലേ അമ്മേ കൈവിടല്ലേ എന്റെ മുള്ളംകൊല്ലി മാതാവേ, കുടിയേറ്റ ജനതതി അന്നും ഇന്നും നെഞ്ചോടു ചേർത്തതി പ്രാർത്ഥനയല്ലോ. കൈവിടല്ലേ അമ്മേ കൈവിടല്ലേ എന്റെ മുള്ളംകൊല്ലി മാതാവേ, കുടിയേറ്റ ജനതതി അന്നും ഇന്നും
നെഞ്ചോടു ചേർത്തതി പ്രാർത്ഥനയല്ലോ. അമല മനോഹരി നീയല്ലോ, അനുഗ്രഹദായിക നീയല്ലോ. അമല മനോഹരി നീയല്ലോ, അനുഗ്രഹദായിക നീയല്ലോ. രോഗം പീഡകൾ വ്യാധിയിൽ നിന്നും സംരക്ഷിച്ചതും നീയല്ലോ. രോഗം പീഡകൾ വ്യാധിയിൽ നിന്നും സംരക്ഷിച്ചതും നീയല്ലോ. കൈവിടല്ലേ അമ്മേ കൈവിടല്ലേ എന്റെ മുള്ളംകൊല്ലി മാതാവേ. കുടിയേറ്റ ജനതതി അന്നും ഇന്നും നെഞ്ചോടു ചേർത്തതി പ്രാർത്ഥനയല്ലോ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. കൈവിടല്ലേ നാഥ തള്ളിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനീശുവേ. കൈവിടല്ലേ നാഥ തള്ളിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനീശുവേ. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ഭയം. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ഭയം. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. കൈകൾ തളരുമ്പോൾ കാൽകളിടറുമ്പോൾ ഏകാന്ത കാന്തരാകുമ്പോൾ. കൈകൾ തളരുമ്പോൾ കാൽകളിടറുമ്പോൾ ഏകാന്ത കാന്തരാകുമ്പോൾ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാൻ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നന്മ നിറഞ്ഞോരമ്മ
കന്യകയായോരമ്മേ ഞങ്ങൾക്കെന്നും മൂളം കൊല്ലിടം ഞങ്ങളതൻ പ്രാർത്ഥന കേൾക്കാം. അനുഗ്രഹമൊത്തിരി ചൊരിഞ്ഞമ്മ വരദാനങ്ങളുമേകിയമ്മ പൂർവപിതാക്കന്മാർ തൊട്ട് പുത്തൻ തലമുറ ഞങ്ങൾക്ക് നന്മ നിറഞ്ഞോരമ്മേ യേശുവിൻ കന്യകയായോരമ്മേ ഞങ്ങൾക്കെന്നും മുള്ളം കൊല്ലിയിലമ്മേ ഞങ്ങളൻ പ്രാർത്ഥന കേൾക്കമ്മേ. ആവത്തെന്തരും വന്നാലോ രോഗവും പീഡയും വന്നാലോ ആദ്യമേ അഭയം തേടുന്നു എൻ്റെ മുള്ളം കൊല്ലിയിലമ്മേ നന്മ നിറഞ്ഞോരമ്മേ യേശുവിൻ കന്യകയായോർ ഞങ്ങൾക്കെന്നും മുള്ളം കൊല്ലിയിലമ്മേ ഞങ്ങളൻ പ്രാർത്ഥന കേൾക്കാം. ആവത്തെന്തേലും വന്നാലോ രോഗവും പീഡയും വന്നാലോ ആദ്യമേ അഭയം തേടുന്നു എൻ്റെ മുള്ളം കൊല്ലിയിലം അന്നവും അർത്ഥവും തന്നമ്മ രോഗവും പീഡയും ഒഴിച്ചമ്മ നേർവഴി ഞങ്ങളെ നയിച്ചമ്മ സൗഭാഗ്യങ്ങളും നീതിയമ്മ നന്മ നിറഞ്ഞോരമ്മേ യേശുവിൻ കന്യകയായോരമ്മേ ഞങ്ങൾക്കെന്നും മുള്ളം കൊല്ലിയിലമ്മേ ഞങ്ങളൻ പ്രാർത്ഥന കേൾക്കമ്മേ. മാനത്തെ അമ്പിൽ തെല്ലുപോലെ മാറത്തിരിക്കുന്ന കുഞ്ഞുപൂവേ അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കണ്ണണി പൂങ്കരള് വളര് കൈ വളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ കൈ വളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ മാനത്തിരമ്പിളി തെല്ലുപോലെ മാറത്തിരിക്കുന്ന കുഞ്ഞുപോവേ അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിൻ്റെ കണ്ണണി പൂങ്കരള് വളര് കൈ വളര് തങ്കപ്പൂ കാൽ വളര് താഴും ഭൂമി വളര് നാളേക്കു നിധിയല്ലേ നീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ചതെന്ന്. പറഞ്ഞോ ഉറക്കെ പറഞ്ഞാൽ മതി. ശരിയാ. അടുത്ത ക്വസ്റ്റ്യൻ എന്തോ അടുത്ത ക്വസ്റ്റ്യൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ചത് എവിടെയാണ്? എന്തോ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാൻസിസ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും ഈ യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ നോക്കി ചെയ്തപ്പോൾ പ്രായമായ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പ്രസൻ്റാണ്. അപ്പോൾ നമുക്കൊരു 100% ഹാജർ ഇന്നത്തെ ഈ ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് കൊടുക്കാം. ഞാനിന്ന് ബുക്ക് വണ്ടിയർ വന്ന് അത് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുകയും എൻ്റെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. കുറച്ചും കൂടി വിവരമായിട്ട് ക്രിസ്മസ് സമയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിലോ അല്ലെ കൂട്ടായ്മ ഈ വാർഡ് ആദ്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചത് ഫ്രാൻസിസ് അസീസിയാണ്.
അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ ഇന്നും അസീസിയിലുണ്ട്. ലോകത്തിൽ ലൂർദ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന സ്ഥലം അസീസിയാണ്. അസീസിയിലിപ്പോൾ മിസ്റ്റർ ക്ലാരയുടെയും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെയും ഒപ്പം ഈ വർഷം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നൊരു കലണ്ടറുണ്ട്. ആരുടെ പേരത്? കാർലോസ് അക്വിറ്റസ്. 16-ാമത്തെ വയസ്സിൽ മരിച്ച് വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അതുപോലെ അവിടെയുണ്ട്, അസീസിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ 3 വിശുദ്ധാത്മാക്കളുടെ നിറവ് അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. അത്രയും ശാന്തതയും സൗന്ദര്യവും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുമെന്നൊക്കെ എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന കഥാകാരൻ അല്ലെങ്കിൽ വ്യക്തി പറഞ്ഞത്, ക്രിസ്തു 1000 പ്രാവശ്യം പുൽക്കൂട്ട് ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് ഒന്നുമല്ല. ഇനിയുള്ള നാളുകൾ, യൂറോപ്യൻ നാടുകളിലൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് 2-2.5 മാസക്കാലം ക്രിസ്മസാണ്. അത്രയും സന്തോഷവും ആനന്ദവും അവർ പങ്കുവയ്ക്കും. സമ്മാനങ്ങൾ കൈമാറും. പരസ്പരം വീട്ടിലുള്ളവർക്ക്, അയൽക്കാർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ സമ്മാനങ്ങളുമായിട്ട് അവർ പോകും. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒരു നല്ല സമയമാണ്. നല്ല സമയം. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ, ഹൃദയ കവാടങ്ങൾ മലർക്കെ തുടർന്ന് അവിടേക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം എത്തുവാനും ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുമുള്ള നല്ലൊരു സമയമാണ് ക്രിസ്മസ്. അത് നമ്മുടെ ഈ കൂട്ടായ്മയിലും ഉണ്ടാവണം. യേശുവിനോട് ചേർന്നുള്ള ഒരു യാത്ര, അതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. ഞാനെപ്പോഴും സാധാരണ എൻ്റെ ഇടവുകൾ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ വികാരിയച്ഛനെ നോക്കണ്ട. വികാരിയച്ഛൻ എങ്ങനെ വന്നു, എങ്ങനെ പോകുന്നു, അത് ആ വഴിക്ക് വിട്ടേക്കുക. മറിച്ച് നിങ്ങളുടെ മുൻപിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിലേക്ക് നോക്കണം നിങ്ങൾ. ആ വ്യക്തിയാണ് നിങ്ങളെ വിളിച്ചത്. ആ വ്യക്തിയാണ് നിങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നത്, കുടുംബത്തിൽ കൊണ്ടുവരുന്നത്. ആ വ്യക്തി കയ്യും വിരിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അത് മാത്രം നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ ജീവിക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ വിലയിരുത്തുക. ഞാൻ എന്താണ്? ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് അപ്പൻ്റെ മുൻപിൽ മുഴുവൻ വസ്ത്രവും ഉരിഞ്ഞു വെച്ച് നഗ്നനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർപ്പാപ്പയാണ് തൻ്റെ മേൽക്കുപ്പായം ഊരി അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുക. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി 2-ാം ക്രിസ്തു എന്ന രീതിയിൽ സഭ അദ്ദേഹത്തെ വണങ്ങുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന എളിമയുടെ, ദാരിദ്ര്യത്തിൻ്റെ അരൂപി ഓർക്കണം. നമുക്കിന്ന് സുഭിക്ഷതയുണ്ട്. ലോകത്തിൽ 3-2 പേര് പട്ടിണിയിലാണ്. നമ്മളൊക്കെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കളയുമ്പോൾ ഓർക്കണം, എനിക്ക് സുഭിക്ഷത കിട്ടിയിട്ടുണ്ടെങ്കിൽ ദരിദ്രരായ എത്രയോ വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് ഓർക്കണം. ഇപ്പം ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണതയാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം. നമുക്കും അങ്ങനെയാവാൻ സാധ്യമാവണം. എൻ്റെ അടുത്ത് കിടക്കുന്നവനെ കാണാതെ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞെന്നാൽ പ്രിയപ്പെട്ടവരെ ഒരിടത്തും എത്തുകയില്ല. ഞാൻ 2-3 ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞൊരു പ്രസംഗം ഓർമ്മിക്കുന്നുണ്ടാവും. ചിലരൊക്കെ എന്നെ വിമർശിച്ചു, ചിലരൊക്കെ അതിനനുസരിച്ചുള്ള കമൻറ്റുകളൊക്കെ ഇട്ടു. ഓക്കെ, ഇതെല്ലാം ആയിക്കോട്ടെ. പക്ഷേ ഓർക്കണം, പങ്കുവയ്ക്കപ്പെടാതെ ഞാൻ എൻ്റെ സുഭിക്ഷതയിൽ കുടുംബ നവീകരണ വർഷം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, ദേവാലയത്തിൻ്റെ ദൈവികമായ സ്വത്തുക്കൾ മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ അയൽക്കാരന് കിടപ്പാടമില്ലെങ്കിൽ അവന് കിടപ്പാടം കൊടുക്കുന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതോ മറ്റു പല കാര്യങ്ങളുമാണ്? നമ്മൾ ചിന്തിക്കണം. എതിർപ്പുകൾ കാണാം. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുറക്കാൻ. എന്തേ യേശു പുൽക്കൂട്, ദൈവം പുൽക്കൂട് തിരഞ്ഞെടുത്തു? ഇല്ലാത്തവൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ നമുക്ക് സാധ്യമാകുമോ? സ്വത്തുക്കളും ആഡംബരങ്ങളും ഒക്കെ ആവശ്യമാണ്, വേണ്ട എന്നല്ല.
മറിച്ച് നമ്മൾ അനാവശ്യമായി കളയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ ഓർക്കണം. നമുക്ക് സാധ്യമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ കൂട്ടായ്മകൾ നടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചിന്തിക്കുന്ന, നമ്മുടെ ഈ യൂണിറ്റിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, മരുന്ന് വാങ്ങാൻ പൈസയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അവർക്കൊരു നേരത്തെ മരുന്നിനുള്ള പൈസ കൊടുക്കുവാൻ സാധ്യമായ, അവർക്ക് ഒരു നേരം ഭക്ഷണം കൊണ്ടു കൊടുക്കുവാൻ സാധ്യമായ, നമുക്കുള്ള സുഭിക്ഷതയിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ ജീവിതത്തിലേക്ക് കൈനീട്ടുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ അന്ത്യവിധിയുടെ ചിത്രങ്ങൾ തെളിയുക. ഇതൊക്കെ പറയുമ്പോഴും എന്നെ നിങ്ങൾ വിമർശിക്കുമായിരിക്കാം. ഓക്കെ, ഞാൻ ഉൾക്കൊള്ളുന്നു, കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്വരം, ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ സമ്പന്നതയിൽ നിന്ന് താഴേക്കിറങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ പുൽക്കൂട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ചതെന്താ? ദൈവം മനുഷ്യനാവുകയാണ്. ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവാകുമായി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉയരങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങാൻ സാധിച്ചാൽ, അത്യുന്നതങ്ങളിൽ നിന്ന് എളിമയിലേക്ക് ഒന്ന് വിധേയപ്പെടാൻ സാധിച്ചാൽ, ഞാനെന്ന ഭാവം ഒന്ന് കൈപിടിയാൻ സാധിച്ചാൽ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, വിധിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റാൻ സാധിച്ചാൽ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ പറയാതിരുന്നാൽ, ദൈവത്തിൻ്റെ സ്വരം കാതുകളിൽ പതിയും. അതില്ലാത്തടത്തോളം കാലം നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ശരി, എന്തുമാത്രം ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയാലും ശരി, ദൈവം നമ്മിൽ പ്രസാദിക്കില്ല. കായൻ്റെ ബലി പോലെയാവുകയുള്ളൂ, ആബേലിൻ്റെ ബലിയാവുകയില്ല. അത് നമ്മൾ ഓർക്കണം. ഈ കൂട്ടായ്മയ്ക്ക് എന്നും ഒരു സ്വരമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് സ്നേഹത്തിൻ്റെ സ്വരമാവണം, പരസ്പര സഹായത്തിൻ്റെ താളമാവണം ജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടാവാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാനിന്ന് എല്ലാ വീടുകളിലും വന്നിരുന്നു. 2-3 വീടുകളിലാണ് ആൾക്കാരില്ലാതെ പോയത്, ബാക്കി എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടായിരുന്നു. ഏറെ സ്നേഹത്തോടെ നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങളുടെ സുഖവിശേഷങ്ങളൊക്കെ നിങ്ങൾ പങ്കുവച്ചു. അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം പറയണം, സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം പറയണം. വികാരിച്ചൻ്റെ അടുത്ത് വരുമ്പോൾ മുഖാവരണം നടത്തിയിട്ട് കാര്യമില്ല. എല്ലാം അറിയുന്നവനായ ദൈവം അറിയും എന്തൊക്കെയാണ് ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ വികാരിച്ചൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങളൊക്കെ ആ കാൽവരിയിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവിടെ വയ്ക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ കുർബാനയിൽ സജീവത ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥിക്കണം, പങ്കുവയ്ക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിൽ നമ്മുടെ 3 അച്ഛന്മാരിവിടെ ജോലി ചെയ്യുന്നു. 2 മിഷൻ പ്രദേശങ്ങളുണ്ട് അവിടെ. നമുക്ക് ഒരു ഞായറാഴ്ചത്തെ വലിയ ഞാൻ അവിടെ പങ്കെടുത്തു. പഞ്ചാബ് ഭാഷയിലാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും അന്ന് പെസഹ കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചപ്പോൾ അവരെല്ലാവരും കൈയടിച്ച്, സങ്കീർത്തനം പാടുമ്പോൾ കൈയടിച്ച്, സർവ്വദിനം പാടുമ്പോൾ കൈയടിച്ച്, താളമേളങ്ങളോട്, നമ്മളിപ്പോൾ നേരത്തെ ദേവാലയത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാർമോണിയം, അവിടെ തബലയല്ല വേറൊരു സാധനമുണ്ട് 2 സൈഡുള്ള, അത് കൂട്ടും. പിന്നെ പിള്ളേരുടെ കയ്യിൽ ഇലത്താളം, കൈത്താളം, പിന്നെ ഈ എന്തൊക്കെ ഒരു സാധനങ്ങൾ നമ്മൾ പണ്ടടിച്ചുകൊണ്ടിരുന്ന, ഇതൊക്കെ അവരുടെ കൈകളിലുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് അവർ പ്രാർത്ഥനകൾ അല്ലെ ഗാനങ്ങൾ ചെല്ലുക. എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. അത് എല്ലാം ക്രിസ്ത്യാനിയൊന്നുമല്ല. മാമത്തെ സ്വീകരിച്ചവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്, സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യയിൽ. പക്ഷെ അവരെല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. അച്ഛൻ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അവരെല്ലാവരും ബൈബിൾ എടുക്കും, തുറക്കും. ആ ഭാഗം ലേഖനം വായിക്കുമ്പോൾ അവരെടുക്കും, തുറക്കും, വായിക്കും. എല്ലാ മനുഷ്യരും. എത്ര സജീവതയോ കുർബാന, നമ്മുടെ കുർബാനകൾ. ഞാനൊരു ഞായറാഴ്ച ചില സ്വരം കുറച്ച് വെച്ചതിൻ്റെ പുലുവാരുകളും, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പാടട്ടെ, എല്ലാവരും ഒച്ച ഇച്ചിരി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഞായറാഴ്ച പറഞ്ഞിട്ടൊരു ശകലം സ്വരം കുറച്ചതിൻ്റെ. പ്രിയപ്പെട്ട സഹോദരനെ, നമ്മുടെ വിസ്തുർബാന എന്ന് പറയുന്നത് എനിക്കതൊരു ജീവനാകുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് കിട്ടുക? നമുക്കതുകൊണ്ട് ഈ യൂണിറ്റിൽ എല്ലാവരും ആഗ്രഹിക്കണം.
എല്ലാവരും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം നിങ്ങൾ. അങ്ങനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് ജീവിക്കുന്നതാവണം. ക്രിസ്തുമസ് അതാണ്. യേശു എന്നിൽ ജനിക്കുന്ന അനുഭവം. ഉന്നതത്തിൽ നിന്ന് താഴേക്ക് വന്ന യേശു ഭൂമിയിൽ നിന്ന് രണ്ടാം ക്രിസ്തുവായി ഉയർത്തപ്പെട്ട ഫ്രാൻസിസ് അസീസി. രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കുക. നമ്മൾ അതുപോലെ ഉയർത്തപ്പെടേണ്ടവരാണ്. മണ്ണിൽ നിന്ന് വെണ്ണിലേക്ക് ഉയർത്തപ്പെടേണ്ടവർ. ആ ഒരു ചിന്തയോടുകൂടി ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ സാധ്യമാവട്ടെ. ഇവിടുത്തെ 4 മത്തച്ഛൻ ഉൾപ്പെടെ 4 കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾ കാണിച്ച വലിയ ത്യാഗത്തിന്, പ്രത്യേകിച്ച് ഈ ഭവനം ഒരുക്കി തന്ന ഈ കുടുംബത്തിന്, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ച, ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ മൂടാണ്. എല്ലാവരും വരുന്നു. ചേട്ടന്മാർ വാഴയ്ക്ക പൊളിക്കുന്നു, അരിയുന്നു, ഉരുളക്കിഴങ്ങ് അരിയുന്നു, ക്യാരറ്റ് അരിയുന്നു, ചേച്ചിമാർ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലവിധ പരിപാടികൾ. അപ്പം നിങ്ങളെല്ലാം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ അതിനെ കഴിഞ്ഞൊക്കെ എനിക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും കുറേ വർത്തമാനം പറഞ്ഞു, കുറേ ചിരിച്ചു. ശരിയല്ലേ? കുറേ ചിരിച്ചു, കുറേ വർത്തമാനം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറയുക, അച്ഛാ ഞാൻ മടുത്തു, എനിക്ക് ആരോടും സംസാരിക്കാനില്ല, എനിക്കൊരു വാക്ക് പറയാൻ, എന്നൊന്ന് കേൾക്കാൻ ആരുമില്ല. എന്തൊരു വേദനയാണത്. നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഓരോ തുരുത്തിലിരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തൊരമ്മ, ഒരപ്പൻ മിണ്ടാനില്ലാതെ, ആരോട് പറയാനില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് പോയി ആ ചേട്ടനോട് ചേട്ടത്തിയോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ പരസ്പരമുള്ള ബന്ധം, സ്നേഹമൊക്കെ ഊട്ടിയുറപ്പിക്കുക. ഇതുണ്ടാവണം, നമുക്ക് ഇതുണ്ടാവണം. അതിനുള്ള എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ. ചടങ്ങാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മൾ സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമക്കളൊക്കെ ഒന്ന് ലൈനായിട്ട് വരിക. എടുത്തു കൊടുക്കാൻ രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു.
സമ്മാനം കിട്ടാൻ കുഞ്ഞുമക്കളായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫ്രാൻസിസ് അസീസിയുടെ ക്വിസുമായി ബന്ധപ്പെട്ട് സമ്മാനാർഹരായതാണ്. ഉത്തരം പറഞ്ഞവർക്ക് അറിയാലോ, നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. അവരെല്ലാവരും എണീറ്റ് വരിക. ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട കൊച്ചച്ച, ആനിമേറ്റർ ആയിരിക്കുന്ന ജോസഫീന സിസ്റ്റർ, മറ്റ് സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുറേ നാളത്തേക്ക് ശേഷമാണ് തോന്നുന്നു നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഒരു ഗുമ്പിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സാറില്ല, നമ്മൾ കുറേ നാളത്തേക്ക് ശേഷമാണല്ലോ ഇങ്ങനെ നടത്തിയത്, അതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് ബെറ്റർ ആക്കാം. ഞാൻ കുറേ അങ്ങ് നീട്ടുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നാണ്. ആദ്യമായി തന്നെ നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സാബു പുത്തമ്പരയിലിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷനായിരുന്ന മാത്യു കണ്ടത്തിൽ ചേട്ടന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ സന്ദേശം പറഞ്ഞ വികാരിയച്ഛനും കൊച്ചച്ഛനും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആശംസ അറിയിപ്പിച്ച നമ്മുടെ യൂണിറ്റിന് ആനിമേറ്ററായ സിസ്റ്റർ ജോസഫീന സിസ്റ്റർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കിയത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. പരിപാടി അവതരിച്ച എല്ലാ കുട്ടികൾക്കും, അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ച മാതാപിതാക്കൾക്കും, പിന്നെ നമുക്ക് ബൈബിൾ ക്വിസിന്റെ സമ്മാനം സ്പോൺസർ ചെയ്ത സിബി ചേട്ടനാണ്. സിബി ചേട്ടനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്നേ ദിവസം യോഗത്തിന് ശേഷം നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം തയ്യാറാക്കാൻ സഹായിച്ച സ്കറിയ പരിയപ്പിനാലും ചേട്ടനോട് സഹകരിച്ച എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നന്ദി അർപ്പിക്കുന്നു. അതേപോലെ ഇന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥന നടത്താൻ ഈ ഭവനം ഒരുക്കി തന്ന തോമസ് ചേട്ടനും മാത്യു ചേട്ടനും ജിൻസി ചേച്ചിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലെ കമ്മിറ്റിക്കാർക്കും, മാത്യു ചേട്ടൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു, സാറില്ല എന്നാലും ചേട്ടനുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ചെറുതും വലുതുമായിട്ട് കുറേ പേര്, ചേച്ചിമാർ, ചേട്ടന്മാർ, കുറേ പേര് കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുമാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.